മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗിനെ ബിജെപിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നിർണായകമായ ഒരു നീക്കമാണ് അണിയറയിൽ ഇപ്പോൾ നടക്കുന്നത്. കാരണം ദിഗ്വിജയ് സിംഗ് സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെ തന്നെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. സമീപകാലത്ത് സംഭവ രാഷ്ട്രീയത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ദിഗ്വിജയ് സിംഗ് കോൺഗ്രസ് വിടുന്നുവെന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്. മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ എന്നും ബിജെപിയുടെ പ്രധാന ശത്രുപക്ഷത്തുണ്ടായിരുന്ന നേതാവാണ് ദിഗ്വിജയ് സിംഗ്. പതിറ്റാണ്ടുകളായി ബിജെപിയുടെ കടുത്ത രാഷ്ട്രീയ ആക്രമണങ്ങൾക്കും വിമർശനങ്ങൾക്കും നേരിട്ട് ഇരയായിട്ടുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ ഭരണപക്ഷത്ത് നിന്നും ലഭിക്കുന്ന അഭിനന്ദനങ്ങളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിക്കുന്നത്. കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ വലിയ പരിഗണന നൽകുമെന്നാണ് ബിജെപി MLA ഇതിനോടകം തന്നെ പരസ്യമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് ഉന്നയിച്ച അതിശക്തമായ ഒരു അഴിമതി ആരോപണത്തെ ദിഗ്വിജയ് സിംഗ് തള്ളിപ്പറഞ്ഞതാണ് പെട്ടെന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉന്നയിച്ച ഗുരുതരമായ ക്രമക്കേട് ആരോപണങ്ങൾ വസ്തുതയില്ലാത്തതാണെന്ന് പറഞ്ഞ ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജിജു പട്വാരി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഉജ്ജയിനിലെ വീർ ഭാരത് ന്യായ് ട്രസ്റ്റുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരെ വൻ അഴിമതി ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. 500 കോടി രൂപയോളം വരുന്ന അതായത് വിപണി വില വരുന്ന സർക്കാർ ഭൂമി കേവലം 1 രൂപയ്ക്ക് നിയമവിരുദ്ധമായി മുഖ്യമന്ത്രി തന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിന് നൽകിയിരുന്നുവെന്നാണ് ജിതു പട്വാരിയുടെ ആരോപണം. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഉജ്ജയിനിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെ കണ്ട ദിഗ്വിജയ് സിംഗ് ഇതിനൊരു വിരാമമിട്ടു. താൻ ഔദ്യോഗിക ഫയലുകളും അനുബന്ധ രേഖകളും വിശദമായി പരിശോധിച്ചുവെന്നും വിവാദ ഭൂമി കൈമാറിയത് ഒരു സ്വകാര്യ ട്രസ്റ്റിനല്ല എന്നും അദ്ദേഹം പരസ്യമായി സ്ഥാപിച്ചിരിക്കുകയാണ്. സർക്കാർ പൂർണ്ണ മേൽനോട്ടം വഹിക്കുന്ന ട്രസ്റ്റിലേക്കാണ് പ്രസ്തുത സ്ഥലം കൈമാറിയതെന്നും അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വസ്തുതകൾ കൃത്യമായി അറിയാതെ അപക്വമായ പല ആരോപണങ്ങളും ഉന്നയിക്കാനും കള്ളങ്ങൾ വ്യാപിപ്പിക്കാനും ഇവിടെ ചില ഇടനിലക്കാരായ ദള്ളാളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചില ദള്ളാളുകൾ ഇവിടെ നിലനിൽക്കുന്നു ഉണ്ടെന്ന് ദിഗ്വിജയ് സിംഗ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം പാർട്ടി നേതൃത്വത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധത്തിലാക്കിയ ഈ വാക്കുകൾ കോൺഗ്രസിനുള്ളിൽ കടുത്ത അമർഷത്തിനാണ് ഒരു പ്രധാന കാരണമായി മാറിയത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് BJP MLA രംഗത്തെത്തിയത്. കള്ളത്തിന് വലിയ ആയുസൊന്നും ഇല്ലെന്നും അത് തെളിഞ്ഞിരിക്കുന്നു എന്ന് ഒരു കാലത്ത് കള്ളം പറഞ്ഞാൽ അത് ഒരു കാലത്ത് തെളിയുമെന്ന് BJP MLA പറയുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കള്ളപ്രചാരണങ്ങൾ സ്വന്തം മുതിർന്ന നേതാവ് വഴി തന്നെ തകർന്നു വീണെന്നും BJPയുടെ സംസ്ഥാന മാധ്യമവിഭാഗം തലവൻ ആശിഷ് ഉഷ അഗർവാൾ പറയുകയാണ്. മുൻകാലങ്ങളിൽ ദിഗ്വിജയ് സിംഗിന്റെ കടുത്ത വിമർശകനായിരുന്ന ഡോക്ടർ ഹിതേഷ് വാജ്പേയി അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. അതിനിടെയാണ് BJP MLA പ്രീതം ലോധ ദിഗ്വിജയ് സിംഗിനെ BJPയിലേക്ക് ക്ഷണിച്ചു. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളയാളാണ് ദിഗ്വിജയ് സിംഗ് എന്നും കോൺഗ്രസ് അദ്ദേഹത്തെ എപ്പോൾ അതായത് വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നില്ല എന്നും BJP ക്യാമ്പിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ തികച്ചും രാജകീയമായ ഒരു പരിഗണന നമ്മൾ ദിഗ്വിജയ്ക്ക് നൽകുമെന്നാണ് ലോധ പറയുന്നത്. അതേസമയം കോൺഗ്രസിലും ഇത് വലിയൊരു വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ദിഗ്വിജയ് സിംഗിന്റെ പ്രതികരണം പാർട്ടി അച്ചടക്കത്തിന് ചേരാത്തതാണെന്നും തന്റെ മകനായ ജോർദർ സിംഗിനെ രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ട് അദ്ദേഹം ഇത്തരം തീരുമാനങ്ങൾ എടുക്കരുതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നിധി ചതുർവേദി പറയുകയാണ്.